ഇത് ദേവകിയോ? ഇതേതാ വണ്ടി? ഇത് ഹരിക്ക് ഓഫീസിന് കൊടുത്ത വണ്ടിയേട്ടാ. ഇത് പുതിയ വണ്ടിയാ? ഈ പാവ അമ്മാവനെയൊക്കെ ഓർമ്മയുണ്ടോ ഹരി? അയ്യോ, വന്ന കാലിൽ തന്നെ നിൽക്കാതെ കേറി വാ. ഓന്തിനേക്കാൾ പെട്ടെന്ന് നിറം മാറാൻ കഴിയുന്ന ജീവിയാണ് താൻ എന്ന് തെളിയിക്കുകയായിരുന്നു എൻ്റെ അമ്മാവൻ. ലാലു ഇപ്പോ ഏത് ഓഫീസിലാ? ഞാനൊരു ഫൈനാൻസ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഏത് ഫൈനാൻസ് കമ്പനി? ശാസ്ത ഫൈനാൻസ് എന്ന് പറയും. ഹരി അവിടുത്തെ മാനേജറായിട്ടാ. അതെ അതെ. സുമതി, പെട്ടെന്ന് ചായ എടുത്ത്. ചായ ഒന്നും വേണ്ട അമ്മേ, എനിക്ക് ഓഫീസിൽ കുറച്ചേരം പണിയുണ്ട്. ഞങ്ങളിപ്പോൾ തന്നെ ഇറങ്ങും. ഹേയ്, അത് പറ്റില്ല. ഈ രാത്രി നിങ്ങൾ എങ്ങോട്ടും ഇല്ല. അമ്മ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും അമ്മാവ. നാളെ ഓഫീസിലൊരു മീറ്റിംഗ് ഉണ്ട്, അതുകൊണ്ട് എനിക്ക് കുറച്ച് പ്രിപ്പയർ ചെയ്യണം. മാത്രമല്ല പണിക്കാരൻ നാളെ വീട്ടിലെത്തും. വീടിനിപ്പോ എന്താ പണി? അതൊന്നും കാര്യമായിട്ടില്ല, വീടൊന്ന് പുതുക്കി പണിയുന്നു, അത്രമാത്രം. അതിനിപ്പോ ഒരുപാട് കാശാവില്ലേ? ഒരു മാനേജർ വിചാരിച്ച 10-20 ലക്ഷം മറിക്കാനാണോ ബുദ്ധിമുട്ട്? 20 ലക്ഷം? എന്നാ ശരി അമ്മാവ, ഞങ്ങൾ ഇറങ്ങാം. അങ്ങനെയൊക്കെ പോയാലോ? നീ ഗീതനെ കണ്ടിട്ട് ഒരുപാട് നാളായില്ലേ? അവൾ ഇന്നുകൂടെ നിന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ അല്ലേ സുമതി? പിന്നെ മോളെ ഗീതു, മോളെ ഗീതു, എടി മോളെ, മോളെ, ഈ ധാര വന്നിരിക്കണം നോക്കിയേ. നമ്മുടെ ലാലുവാണ് മോളെ. അച്ഛൻ ഇപ്പൊ വരാം. ഹോസ്പിറ്റലിൽ നടന്നതുപോലെ എൻ്റെ അമ്മ അറിഞ്ഞ സത്യമായിട്ട് നിന്റെ വീട്ടുകാർ ഞാൻ കത്തിച്ചാണ്. അറിയാലോ എന്നെ. ശാസ്ത ഫൈനാൻസിൽ നിന്ന് ഒരു 6 ലക്ഷം രൂപ ലോൺ എടുത്തിരുന്നു ഈ വീട് കെട്ടാൻ തന്നെയാ. ലാലു മാനേജർ ആയതുകൊണ്ട് കുറച്ച് ഇളവ് കിട്ടിയായിരിക്കും അല്ലേ? ലോൺ അടച്ച് തീർത്തു തന്നെ അങ്ങ് വിചാരിച്ചോ? ഇനി ആ ലോൺ എങ്ങാനും അടച്ചു ഞാൻ അറിഞ്ഞ. അയ്യോ, എന്നെന്താ ഭീഷണിപ്പെടുത്താണോ? ഭീഷണിയായിരുന്നു അത്. ഇനി ചേത്ത അതോർത്തോ. ശരി അമ്മ. അമ്മാവാ, ടാറ്റ. ഓ, അബു, വണ്ടി എടുത്തോ. പണി കിട്ടി. ഇത് മറ്റവന്മാരാ. അനിയന്മാർ ഇങ്ങോട്ടൊന്ന് ഇറങ്ങിയേ. ചേട്ടാ, വാവച്ചന് അബദ്ധം പറ്റിയതാ. അതിന് ഞങ്ങളൊന്നും ചെയ്യരുത്. എടാ, അനിയന്മാർക്ക് ഒരു അബദ്ധം പറ്റിയാന്ന്. ഇന്നലെ അങ്ങ് പൊയ്ക്കോട്ടല്ലേ. അങ്ങോട്ടോ വണ്ടി കേട്ട് വണ്ടി. ഈ പന്നികളെ പേടിച്ചാണ് നമ്മുടെ സേതുവിനെ അങ്ങോട്ട് പോകാൻ പോയത്. വിഷ്ണുബുദ്ധൻ. എന്താ നിന്റെ പേര്? ലാലു. എൻ്റെ വലം കയ്യാ അവൻ വെട്ടിയെ. അതിന് ഞങ്ങൾ എനിക്ക് നിങ്ങളുടെ പണി ഇഷ്ടപ്പെട്ടു. അതിനൊരു സ്റ്റൈലുണ്ട്. എൻ്റെ ഒരു ലോഡ് സൂചിക്കോട്ടയിലുണ്ട്. അത് എത്തിക്കേണ്ടടുത്ത് എത്തിക്കണം. ഭയം എന്നിൽ തന്നെ ഞാൻ മൂടിയപ്പോൾ ബുദ്ധൻ കരുതി കാണും ധീരനാണ് ഞാനെന്ന്. അന്ന് ആളറിയാതെ ചെയ്തു പോയതാട്ടോ. അത് കാര്യാക്കണ്ട, ഇതെനിക്ക് സാധാരണ കിട്ടുന്നതാ. വീട്ടിലാരൊക്കെയുണ്ട്? വൈഫും പിന്നെ 2 പെമ്മക്കളാ. ഫുൾ ടൈം ഇത് തന്നെയാണോ പരിപാടി?
ഞാൻ പോലീസിലാ. കാര്യമായിട്ട് പറഞ്ഞതാ, കോൺസ്റ്റബിളാ. പക്ഷെ ഇപ്പൊ സസ്പെൻഷനില്ല. പിന്നെ എന്തിനാ ഈ പണി? കുടുംബം നോക്കണ്ടേ? 2 പെൺമക്കളാ. ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടുന്ന നക്കാപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യാനാ? അല്ലാതെ പിന്നെ. ഏറ്റവും കൊള്ളാം. राजीव जी, ये बुद्धन का नया लोग है. ഹലോ. ആ ഹലോ. എത്ര വേണമെന്നാ പറഞ്ഞേ? ഇവിടം വരെ എത്തിക്കാനേ പറഞ്ഞുള്ളൂ. ബാക്കി നിങ്ങൾ ഫോണിൽ സംസാരിക്കുന്ന ബുദ്ധൻ സാറ് പറഞ്ഞത്. ये क्या बतिया रहे हैं? यही कि इनकी जिम्मेदारी सिर्फ माल यहाँ लाने की है, बाकी बातें बुद्धन से हमें करनी होगी. अब बेजोश का क्या डिमांड होगा? नमस्कार बुद्धन जी. जी, आपका माल आ गया यहाँ पे, बट रेट के बारे में हमारा कोई डिस्कशन नहीं हुआ. जी, आप बहुत ज़्यादा बोल रहे हैं. ये तो बहुत ज़्यादा है सर. जी, आप सुरभि से बात कर लीजिए 1 मिनट. मैं क्या संभालो यार. करूं? ഹലോ. ആ ആ ശരി. 3 പെട്ടിന്ന് വെച്ചാൽ 3 പെട്ടി. സാറല്ലേ? ഡാഡി വരും, അകത്തേക്ക് ഇരിക്കാം. ഞങ്ങൾ ഇവിടെ നിന്നോളാം. ചായ വേണ്ട കേട്ടോ. എന്തുവാടാ? എന്താ പേര്? സിദ്ധു, സിദ്ധാർത്ഥ് ബുദ്ധൻ. മിണ്ടാരിടാ. ലാലു, ആ തോന്നിയാസം കാട്ടാൻ പോയിട്ടല്ലേ? 1 ഇഞ്ച് മേലെ കയറുന്നെങ്കിൽ കഥ കഴിഞ്ഞേനെന്നാ ഡോക്ടർ പറഞ്ഞത്. നല്ല വല്ല ജോലിയും ചെയ്ത് ഇനിയെങ്കിലും ജീവിക്കാൻ നോക്കൂടെ? ഞങ്ങളുടെ ജയിലിലെ ഏറ്റവും നല്ല ജോലി ഞങ്ങളുടെതാ. താനൊന്നും നന്നാവില്ല. മറ്റേ പാർട്ടിയായിട്ടല്ലേ കൂട്ട്. സിസ്റ്ററെ, എനിക്ക് നന്നാവണമെന്നുണ്ട്. കുറച്ച് കാശൊക്കെ കൈ വന്നോട്ടെ. വികടൻ ഈ ജോലിയിൽ നിന്ന് മാറിക്കോളാം. ഞങ്ങൾ വന്നു. എന്തായി സൈമോ? തട്ടിയോടാവനെ. നിന്റെ ദേഹത്ത് തൊട്ടവരാരും ഇന്ന് ഇല്ലാളിയാ. ഒതുങ്ങിക്കെടു ചേട്ടാ. ലാലു, ഇതങ്ങ് പിടി. ഒന്ന് മാറി നിൽക്കും. എക്കത്തിൻ്റെ കുടലും കയറി കാലിലും കെട്ടി കടലിൽ താത്തിട്ടുണ്ട്. അവളെ വിട്ടേക്കാവൂ. ചുമ്മാ. എങ്ങനെയുണ്ട്? സുഖാണോ? മോനെ ലാലു, നമുക്ക് നിന്റെ വീട് വരെ ഒന്ന് പോകണ്ടേ? ഞാൻ അങ്ങോട്ട് വന്നിട്ട് കുറേ കാലമായില്ലേ? ഓ, നമുക്കെല്ലാവർക്കും ഒരു ദിവസം അവിടം വരെ പോവാം മാവാ. നീ ടെൻഷൻ അടിക്കേണ്ട സൈമ, ഞാനല്ലേ ഇവിടെ. അമ്മയോട് ഇനി എന്ത് പറയുന്ന ഞാൻ ആലോചിക്കുന്നത്. നീ ചുമ്മാ പോയി അമ്മയും കൂട്ടി വാ. ബാക്കി സെറ്റപ്പൊക്കെ അപ്പച്ചൻ നോക്കിക്കോളാം. അപ്പം ലോഡോ? അത് ഞങ്ങൾ ആരെങ്കിലും ചെയ്തോളാം. നീ പോയി ജോളി അടിച്ചു വാ മച്ചാ. എടാ ലാലു, നമ്മുടെ ഗീതു ആള് കുഴപ്പമില്ലടാ. പാവാടാ, നല്ല കുട്ടിയാ. അതല്ല, അവളൊരു ആരടാ ചരക്ക്? ആരടാ ചരക്ക്? ചരക്കാണത്ര. കണ്ടോ, ആ ബോട്ടിൽ മുഴുവൻ അടിച്ച് ഫിറ്റ് ആയിരിക്കാണല്ലേ. എന്ത് പറ്റിയടാ? പറന്നു പറന്നു ചെല്ലാൻ. നീ എന്തോ പറയാൻ വന്നല്ലോ. പറ്റാത്ത കാടുകളിൽ കൂടന്ന് കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ. പൂമരക്കൊമ്പിൽ വികടം മുങ്ങിയടാ. എന്തെടുത്ത് മുങ്ങാൻ? എങ്ങോട്ട് മുങ്ങാൻ? വെറുതെ കള്ളു കുടിച്ചിട്ട് പിച്ചും പേയും പറയൽ സൈമ. വിഷ്ണുപുത്രന് കൊടുക്കാനുള്ള കാശ് കേട്ടാ ചെറ്റ മുങ്ങിയ എടാ, അവൻ
ബുദ്ധന്റെ കാർ. നമ്മളല്ലേ ഒന്ന് ഒഴിക്കട്ടെ? ആ ഒരു പേഗ് ആവാല്ലേ? യാ ഷോ. ഡാഡിക്ക് സിദ്ധു അടിക്കുന്ന കാര്യം അറിയോ? അയ്യോ, ഡാഡി അറിഞ്ഞാൽ കൊന്നു കളയും. പിന്നെ സീക്രട്ടായിട്ട് 1 or 2 അടിക്കുന്ന മാത്രം. അപ്പൊ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. സിദ്ധു വെറുതെ വന്നായിരുന്നോ? ആ, ഈ വഴി വന്നപ്പോൾ അടുത്ത് കയറിയെന്ന് മാത്രം. യു ഗൈസ് ഹാവ് ഫൺ. ഗുഡ് നൈറ്റ്. ഹലോ സിദ്ധു, ആ ഡാഡി. ലാലുവിൻ്റെ ബാഗ് മേടിച്ചിട്ടോ? ഓക്കെ ഡാഡി, ഞാൻ മേടിച്ചോണ്ട് വരാം. ബാഗ് ഇന്ന് ഡാഡിക്ക് കൊടുത്തില്ലേ? ആ കൊടുത്തോളാം. അല്ല, അത് എനിക്ക് തരാനാ പറഞ്ഞത്. ഞങ്ങൾ നേരിട്ട് കൊടുത്തോളാന്ന് പറഞ്ഞില്ലേ? അതെന്താ എനിക്കെന്നാ? ആ, തരാൻ മനസ്സില്ല. മര്യാദയ്ക്ക് തന്നില്ലെങ്കിൽ ഡാഡിനെ വിളിച്ചു പറയും. അല്ല, ആ ബാഗ് ഇനി വേറെ ആർക്കെങ്കിലും മറിച്ചോ? നീ പോടാ, തേക്കും പള്ളിയടി. ഇതിന് നീ അനുഭവിക്കൂലാലോ. നീ പോടച്ചക്ക. ഓടാ തരത്തിപ്പോ തത്ര അവൻ്റെ ഒരു ഡയലോഗടി. ഒരെണ്ണൊഴി. ലാലു, ഉരുടി.